സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിന് സീസണിൽ മികച്ച ഒരു പ്രകടനം പുറത്തെടുക്കാനായി സാധിച്ചിട്ടില്ല. ശ്രദ്ധേയമായ പ്രകടനങ്ങൾ ഉണ്ടായിട്ട് പോലും പോയിന്റ് പട്ടികയിൽ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ടീമിന് നടത്താനാവാത്ത സാഹചര്യത്തിൽ വരും മത്സരങ്ങളിലേക്ക് നിർണായക നീക്കങ്ങൾ തന്നെയാണ് ടീമിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ടീമിന്റെ പ്ലേയിങ് കോമ്പിനേഷനിൽ നിന്നും നിർണായകമായ ഒരു അപ്ഡേറ്റാണ് ഇന്ന് ക്രിക്ക് ട്രാക്കർ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ടാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. നായകനായുള്ള തിരിച്ചുവരവിൽ സഞ്ജു മികവ് കാട്ടിയെങ്കിലും അവസാന മത്സരത്തിൽ നിരാശപ്പെടുത്തിയിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനോട് 58 റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടത്. നിലവിലെ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമല്ല. താരങ്ങൾക്ക് സ്ഥിരത കാട്ടാനാവാത്തത് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന് തിരിച്ചടിയായി മാറുന്നത്. നായകൻ എന്ന നിലയിൽ സഞ്ജുവിനെയും ഇത് പ്രതികൂലമായി തന്നെയാണ് ബാധിക്കുന്നത്. രാജസ്ഥാനെ സംബന്ധിച്ച് അടുത്ത മത്സരം ബാംഗ്ലൂരുവിനെതിരെയാണ്. ജയത്തോടുകൂടി രാജസ്ഥാൻ റോയൽസ് തിരിച്ചുവരാനായി ശ്രമിക്കുമ്പോൾ ടീമിന്റെ ഭാഗത്തുനിന്നും നിർണായക അഴിച്ചുപണികൾ ഉണ്ടാക്കുമെന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. ബാറ്റിംഗ് നിരയിൽ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന് അനിവാര്യമായ മാറ്റങ്ങൾ വേണ്ടത്. 3-ാം നമ്പറിൽ സ്ഥിരതയോടുകൂടി ഒരു താരത്തിന് പോലും കളിക്കാനാവുന്നില്ല എന്നതാണ് രാജസ്ഥാനെ കുഴയ്ക്കുന്ന പ്രധാന പ്രശ്നം. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ റിപ്പോർട്ട് പരിഗണിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ വൺ ഡൗണായി ടീമിനു വേണ്ടി ബാറ്റിങ്ങിനായി എത്തുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. റിയാൻ പരാഗ്, നിതീഷ് റാണ എന്നിവരെല്ലാം മാറി മാറി 3-ാം നമ്പറിൽ കളിപ്പിച്ചിട്ടും സ്ഥിരതയാർന്ന പ്രകടനത്തിൽ ബാറ്റ് വീശാനായി ഇവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ RCBക്കെതിരെ സഞ്ജുവിന്റെ റോൾ ഓപ്പണറിൽ നിന്ന് വൺ ഡൗണിലേക്ക് മാറ്റുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ടീം സ്കോറിനെ മുന്നോട്ട് കൊണ്ടുപോകാനും വിക്കറ്റ് പോവാതെ കളിക്കാനും സഞ്ജുവിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നായകനായ സഞ്ജുവിനെ 3-ാം നമ്പറിലേക്ക് മാറ്റാനായി ടീം തയ്യാറായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഓപ്പണിംഗ് ജോഡിയെ ടീമിന് പരിഗണിക്കേണ്ടതായുണ്ട്. വൈഭവ് സൂര്യവംശി നെറ്റ്സിൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 13 വയസ്സ് മാത്രമാണെങ്കിലും ഇതിനോടകം തന്നെ എല്ലാവരുടെയും കൈയടി നേടാനായി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഓപ്പണറായി ഇതിനോടകം തന്നെ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള താരം കൂടിയാണ്. നെറ്റ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തെ RCBക്കെതിരായ മത്സരത്തിലേക്ക് ടീം പരിഗണിച്ചേക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സൂര്യവംശി, ജയ്സ്വാൾ കൂട്ടുകെട്ടിനെയായിരിക്കും ടീം ഓപ്പണിംഗിലേക്ക് പരിഗണിക്കുക. വൺ ഡൗണായി സഞ്ജു എത്തുമ്പോൾ ശേഷം റിയാൻ പരാഗ്, നിതീഷ് റാണ എന്നിവർ മധ്യനിരയിലേക്കും ടീമിനു വേണ്ടി കളിക്കും. മധ്യനിരയിൽ ഹെറ്റ്മെയറുടെ പ്രകടനം എടുത്തു പറയേണ്ടതായി തന്നെയുണ്ട്. പക്ഷേ ഹെറ്റ്മെയറിന് മികച്ച ഒരു പിന്തുണ നൽകാനായി രാജസ്ഥാൻ മധ്യനിര ബാറ്റർമാർക്ക് സാധിക്കുന്നില്ല. നിലവിൽ സഞ്ജു വൺ ഡൗണിലേക്ക് ഇറങ്ങി കളിക്കാനുള്ള തീരുമാനം രാജസ്ഥാന് ഗുണം ചെയ്യുമോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.